ടോൾ ബൂത്തുകളിൽ നീണ്ട വരി ഒഴിവാക്കാനാണ് ഫാസ്ടാഗ് സാങ്കേതികവിദ്യ കൊണ്ടുവന്നത്. 10 വർഷം തികയും മുമ്പേ അതിനേക്കാൾ പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. ടോൾ ബൂത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് സാറ്റലൈറ്റുകളുടെ സഹായത്താൽ ടോൾ പിരിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ. GPS ടോൾ എന്ന് വിളിക്കാവുന്ന GNSS സാങ്കേതികവിദ്യയാണ് പുതിയതായി ഇന്ത്യൻ റോഡുകളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നിലവില് വാഹനങ്ങൾക്കനുസരിച്ച് നിശ്ചിത തുകയാണ് ടോൾ ഇനത്തിൽ ഈടാക്കുന്നത്. GNSS എന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വരുന്നതോടെ ഇത് മാറുകയും ഓടുന്ന ദൂരത്തിനനുസരിച്ച് മാത്രം ടോൾ നൽകുന്ന രീതി ആരംഭിക്കുകയും ചെയ്യും. വാഹനത്തിന്റെ ലൊക്കേഷന് സാറ്റലൈറ്റ് വഴി തത്സമയം ട്രാക്കു ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. GNSS വരുന്നതോടെ ഇന്നു കാണുന്ന ടോൾ ബൂത്തുകള് ദേശീയപാതകളിൽ നിന്ന് ഒഴിവാകും. ടോൾ ബൂത്തുകളെ ഒഴിവാക്കി ടോൾ പാതകളിലൂടെ പോകുന്നത് ഈ സാങ്കേതികവിദ്യ വന്നാൽ അസാധ്യമാവും. അതുപോലെ അമിതമായി ടോൾ നിരക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യവും ഒഴിവാക്കാനാവും. ടോൾ ബൂത്തുകള് ഇല്ലാതാവുന്നതോടെ ടോൾ നൽകാനായി നീണ്ട വരിയും അനാവശ്യ ഗതാഗത തടസ്സവും സമയനഷ്ടവും ഒഴിവാക്കാനാവുമെന്നതാണ് GNSS സാങ്കേതികവിദ്യയുടെ പ്രധാന ഗുണം. ഇനി ഇത് എങ്ങനെ നടപ്പിലാക്കും എന്ന് നോക്കാം. ആദ്യഘട്ടത്തില് നിലവിലെ ഫാസ്ടാഗ് സാങ്കേതികവിദ്യക്കൊപ്പമാണ് GNSSനെ അവതരിപ്പിക്കുക. ഹൈബ്രിഡ് മോഡലായി 2 സാങ്കേതികവിദ്യയും എത്തും. പിന്നീട് ചില റോഡുകളില് പരീക്ഷണമെന്ന നിലയില് പൂർണ്ണമായും GNSSലേക്കു മാറ്റും. ഇത് പടിപടിയായി ഉയർത്തിക്കൊണ്ടാണ് പുതിയ സാങ്കേതികവിദ്യയിലേക്ക് മുഴുവനായും മാറുക. നിലവിൽ ഇന്ത്യയില് GNSS സാങ്കേതികവിദ്യയുടെ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നതാണ് വസ്തുത. 2 ദേശീയപാതകളിലാണ് ആദ്യഘട്ട പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. കർണാടകയിലെ ബംഗളൂരു മൈസൂര് ദേശീയപാതയായ NH275ലും ഹരിയാനയിലെ പാനിപത്ത് ഹിസാര് ദേശീയപാതയായ NH709ലുമാണ് ജൂലൈ 24 മുതല് GNSS പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി ടോൾ ചുമത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. സാറ്റലൈറ്റുകളുടെ സഹായത്തില് അതീവ കൃത്യതയോടെ വാഹനങ്ങളുടെ ലൊക്കേഷനെ ട്രാക്കു ചെയ്താണ് ടോൾ പിരിവ് GNSS നടത്തുക. ഇതിനായി ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം, അതായത് GPSന്റെയും ഇന്ത്യയുടെ GPS ആയ ഗഗനിന്റെയും സേവനങ്ങള് GNSSല് ഉപയോഗപ്പെടുത്തും. പണം ഈടാക്കുന്നത് ഫാസ്ടാഗിലേതുപോലെ ഡിജിറ്റൽ വാലറ്റ് വഴിയാണ്. വാഹനം ഓടിയ ദൂരം കണക്കാക്കി കഴിഞ്ഞാല് പണം അപ്പോൾ തന്നെ ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സാങ്കേതികവിദ്യയാണെങ്കിലും CCTV അടക്കമുള്ളവ ദേശീയപാതകളില് പലയിടത്തായി സ്ഥാപിച്ചിരിക്കും. നിരീക്ഷണത്തിനും പരാതി പരിഹാരത്തിനുമായിട്ടായിരിക്കും നിരീക്ഷണ ക്യാമറകള് പ്രധാനമായും ഉപയോഗിക്കുക. നിലവില് ഇന്ത്യയിലെ ടോൾ ബൂത്തുകളില് നിന്ന് ഏകദേശം 40,000 കോടി രൂപ ടോൾ ഇനത്തില് പിരിക്കുന്നുവെന്നാണ് കണക്ക്. അടുത്ത 3 വർഷത്തിനുള്ളില് ഇത് 1.40 ലക്ഷം കോടി രൂപയായി കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.